നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികൾ വരുമ്പോൾ നാമും പലരിലും ആശ്രയം വയ്ക്കാറില്ലേ? എന്നാൽ ഇരുൾ അടഞ്ഞ വഴികളിൽ തിരുനാളമാകുവാൻ ഇന്നത്തെ ചിന്ത. ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. കണ്ണുനീരിന്റെ പ്രവാചകൻ അല്ലെങ്കിൽ വിലാപങ്ങളുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്ന ഇരമ്യാവിന്റെ പുസ്തകത്തിലെ വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ് 17-ാം അധ്യായം. ദൈവിക അനുഗ്രഹങ്ങളുടെ താക്കോൽ എന്നറിയപ്പെടുന്ന 7-ാമത്തെ വാക്യമാണ് നമ്മുടെ ഇന്നത്തെ ചിന്തയുടെ ആധാരമായിട്ടുള്ളത്. 7-ാം വാക്യം ഇപ്രകാരം വായിക്കുന്നു: യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാൻ. ബൈബിളിൽ ദൈവത്തെ ആശ്രയിക്കണം എന്നതിന് വളരെയധികം പ്രാധാന്യമാണ് നൽകുന്നത്. ബൈബിളിൽ പലരിലും ആശ്രയം വെച്ചവരെ നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. ചിലർ കുതിരകളിലും ചിലർ രഥങ്ങളിലും ആശ്രയം വയ്ക്കുന്നു. നമ്മുടെ ജീവിതത്തിലും പല പ്രതിസന്ധികൾ വരുമ്പോൾ നാമും പലരിലും ആശ്രയം വയ്ക്കാറില്ലേ? എന്നാൽ ദൈവവചനം ഇപ്രകാരം പറയുന്നു: മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. നാം ഇവിടെ 8-ാമത്തെ വാക്യം വായിക്കുമ്പോൾ യഹോവയിൽ ആശ്രയിക്കുന്നവരുടെ സന്തോഷം നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. 8-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നു: 8-ാം വാക്യം വായിക്കുമ്പോൾ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഉഷ്ണം തട്ടുമ്പോൾ ഇല പച്ചയായും വരൾച്ചയുള്ളപ്പോൾ വാട്ടം തട്ടാതെയും ഫലം കായ്ച്ചുകൊണ്ടിരിക്കും. നാം ദൈവത്തിൽ ആശ്രയിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ വരുന്ന ഏത് പ്രതിസന്ധി ഘട്ടങ്ങളിലും വാടിപ്പോകാതെ ഉറച്ചു നിന്ന് ആറ്റരികെ വേരൂന്നിയ ഫലവൃക്ഷമായി മാറുവാൻ ദൈവം നമുക്ക് ബലം നൽകും. ദൈവത്തെ ആശ്രയിച്ച് മുന്നോട്ട് ജീവിക്കുവാൻ ദൈവം നമ്മളെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. ഗോഡ് ബ്ലെസ് യു ഓൾ.